എന്താണെന്ന് അറിയത്തില്ല. എക്സാം തുടങ്ങാറാകുമ്പോൾ എക്സാമിന് ഓട്ടിച്ചിട്ടൊരു പഠിത്തമുണ്ട്. എക്സാം വിന്നർ ഉള്ളതുകൊണ്ട് എന്തായാലും തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. കാരണമെന്ന് വെച്ചാൽ ഈ എക്സാം വിന്നറിൻ്റെ ക്ലാസ് ഇവർ എന്തോന്നാണ് ഈ എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസവും പിന്നെ എക്സാമിൻ്റെ അന്ന് രാവിലെ മോർണിംഗ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര നല്ലതാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ട്യൂഷന് പോകുന്നതും കാട്ടിയും എനിക്ക് തോന്നുന്നത് കുറേ കൂടെ എഫക്റ്റീവാണ് എക്സാം വിന്നറിൻ്റെ ക്ലാസ്. അപ്പോൾ അതിങ്ങനെ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതിൻ്റെ ഇടയിൽ കഴിക്കുകയും ചെയ്യും. ഭയങ്കര വിശപ്പാണ്. എക്സാം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്ന് കാണും. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്യും, കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പറയും കഴിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം തനിയെ തന്നെ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് മാത്സ് ആണ്. അപ്പോൾ മാത്സിന് വേണ്ടിയിട്ട് എക്സാം എഴുതാൻ ഞാൻ പോവുകയാണ്. ഋഷി എന്നെ അനുഗ്രഹിക്കണം. ഓ ശരി, അനുഗ്രഹിച്ചിരിക്കുന്നു. മാത്സ് ആണെന്ന് പറയണ്ട, മാത്സ് മാറ്റണോ? പഠിച്ചായിരുന്നോ? ഓ പഠിക്കുക. ഒരു പേടി മാത്സ് ആയതുകൊണ്ട്, ചെറിയൊരു ഭയം അല്ലേ? മിക്കപ്പോഴും എക്സാമിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. ഇപ്പം 5 മണിയല്ലേ? ഇപ്പം എത്ര മണിയായി? 6 മണി. 5 മണിക്ക് എഴുന്നേറ്റ്. 5 മണിക്ക് ഞാൻ 4:30 എണീറ്റ് 5 മണിക്കത്തെ ഒരു ലൈവ് ഉണ്ടായിരുന്നു. കണ്ടിട്ട് തീർന്നപ്പോൾ തന്നെ ബുക്കെടുത്ത് വെച്ച് ഇനി കുറച്ച് നേരം കഴിഞ്ഞ് യൂണിഫോം ഇടണം. അത് കഴിഞ്ഞ് ബസ് വരും, അപ്പോൾ കയറി പോകണം. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങുമ്പോൾ എക്സാം എഴുതണം. എക്സാം എഴുതിയിട്ട് വീട്ടിൽ വരണം. ഇനി എത്ര എക്സാം ഉണ്ട്? ഞാൻ ഒരു മണി കൂടെ സ്കൂളിൽ പോകും. അങ്ങനെയല്ല, 2 മാസത്തേക്ക്. എന്താണ് ഈ എക്സാമിൽ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒഴിച്ച് നേരെയുണ്ട് ഈ അധ്യയന വർഷത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഇനി ഒരു എക്സാമും കൂടെ അല്ലേ ഉള്ളൂ. വൈ കൊള്ളാത്ത കാര്യം? ഒരുപാട് അടി കിട്ടിയ വർഷം. പിന്നെ ഒന്നുമില്ല. ആരടിച്ചു നിന്നെ? എന്നെ ഉമ്മ അടിച്ച്. ആരും അടിച്ചില്ല, എന്നാലും ഉമ്മ അടിച്ചു. ഞാൻ അടിച്ചത് ചുമ്മാ ഇരിക്കുന്ന എന്നാ ദൂരം പറയുന്നത്. പറ, ബാക്ക് ക്യാമറ ഇട്ടുതരാം. പരീക്ഷ എഴുതുന്ന നിന്റെ കൂട്ടുകാരോട് 2 വാക്ക് എന്തെങ്കിലും. എല്ലാവരും നല്ലോണം പഠിച്ചു പോയി എഴുതുക, നല്ല പൊക്കം വെക്കുക, വലിയ നിലയിൽ നല്ല ഇതിന്ന് പഠിച്ച് വലിയ ആളാവുക. അതിനാണോ പൊക്കം വെക്കുക? ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തണം. നീ ഇവിടെ 4:30 മണിക്ക് എഴുന്നേറ്റ് ആ എക്സാമിനറിൻ്റെ ക്ലാസ് മൊത്തം ഇവനാണ് കാണുന്നത് ഇരുന്ന്. എപ്പോൾ ഇട്ടാലും ഓടി വന്ന് കാണും. പിന്നെ എന്തോന്ന്, എനിക്ക് മാത്സിൽ ഞാൻ ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് മാത്സ് നല്ലോണം ശ്രദ്ധിച്ചിരുന്ന് കണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ എനിക്കൊന്ന് എക്സാമിനറിൻ്റെ ക്ലാസ് കൊള്ളാമെന്ന് തോന്നല്ലേ? അഭയ് സാറിനെയാണ് അല്ലേടാ നമുക്ക് ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോൾ എക്സാമിനറിൻ്റെ ക്ലാസ്സൊക്കെ കൊള്ളാം. എക്സാം കഴിഞ്ഞ് വരുമ്പോൾ അറിയാം കൊള്ളാമോ ഇല്ലേ എന്നുള്ളത്. ഞാൻ കഴിച്ചിട്ട് വെളിയിറങ്ങി. ഇനി ബസ് വരാൻ ഒരു 5 മിനിറ്റ് ഉണ്ടല്ലേ? 5 മിനിറ്റ്, ഏകദേശം 5 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് മാത്സ് എക്സാം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സിൽ ഞാൻ ഭയങ്കര വീക്കാണ്. എക്സാമിനർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ മാത്സ് ഒരു കുഴപ്പമില്ലായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് കരുതി എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. സത്യം പറഞ്ഞാൽ 6-ലൊന്നും എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. 6-ലൊന്നും ഒട്ടും അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് മാത്സ്. എനിക്ക് നല്ല മാത്സ് കുറവായിരുന്നു. പിന്നെ ഈ ക്ലാസ് കൊണ്ട് തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മാർക്കും പെർസെൻറ്റേജും കൂടി. 6-ലൊക്കെ വെച്ച് എനിക്ക് 74% ആയിരുന്നു. ഇപ്പം ഞാൻ എക്സാമിനർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് 83, 86 ഒക്കെ കിട്ടി. അതിനുള്ള അഭിപ്രായം എന്താണ്? അല്ല, ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ ട്യൂഷന് പോകുന്നതിനേക്കാളും അല്ലേ എക്സാമിൻ്റെ ക്ലാസ് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്യൂഷന് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു അങ്ങനൊരു
ഇത് വരില്ല. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ഒരുപാട് പിള്ളേർ കാണൂലേ? പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വണ്ടി വരുന്ന എക്സാമിനറിൻ്റെ ക്ലാസ് കാണുന്നതിനുള്ള എല്ലാ ക്ലാസ്സും ഉണ്ട്. 7 അല്ല സൈലും അല്ല, എക്സാമിനറാണ് കുറേ കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എക്സാമിനർ കാണണമെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിനർ കാണുമ്പോൾ ബോർ അടിക്കൂലേ? സൈലം വെച്ച് നല്ലോണം പഠിപ്പിക്കും. എക്സാമിനർ കാണുമ്പോൾ ബോർ അടിക്കൂല, അവരിങ്ങനെ ഫണ്ണായിട്ട് പറഞ്ഞു പോകും. സൈലം ക്ലാസ് ചില ടീച്ചർമാർ സാറന്മാരും ഒക്കെ അങ്ങനെയുള്ളൂ. നമുക്ക് കാണാനും നല്ല രസമാണ്. പക്ഷെ എന്തായാലും ഇതിന് ശേഷമാണ് നിനക്ക് മാർക്ക് കൂടിയത്. എക്സാമിനർ കണ്ടതിന് ശേഷമാണ് അത്യാവശ്യം എല്ലാം അറിയാവുന്നതും. അവർ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും അല്ലേ? നമ്മളെ സാധാ ട്യൂഷൻ സെൻറ്ററിലൊക്കെ അവരൊക്കെ ആണെങ്കിൽ 5x5 എന്ന് പറയും, ചെയ്യാൻ പറയും. എന്തിനാണ് ചെയ്യേണ്ടതെന്ന് പറയില്ല, ചെയ്തു തരാൻ പറയും, ചെയ്തു കൊടുക്കും. എന്തിനാണ് ചെയ്യേണ്ടതെന്ന് പറയില്ല. പക്ഷെ ഇവരെങ്ങനെയല്ല, കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു തരും എന്തിനാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ട. അപ്പം നമുക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും എക്സാമൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതുക. കൂടെ താങ്കളും പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം. ഓ, അനുഗ്രഹിച്ചിട്ടുണ്ട്. നന്നായി ഒരു ഉമ്മാണോ അനുഗ്രഹിച്ച? നന്നായി വരും, നന്നായി വരും. പൊക്കം വയ്ക്കും, പൊക്കം വയ്ക്കും. പൊക്കം വെച്ച് ബസ് വരുമ്പോൾ എനിക്ക് ഓടാനേ പറ്റുമോ? അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എക്സാമൊക്കെ എല്ലാം അടിപൊളിയായിട്ട് എഴുതണം. അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ബസ് വരുമ്പോൾ എനിക്ക് ഓടേണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത്. ഞാൻ ഓടുന്നതിൻ്റെ ദൃശ്യം ഇതിൽ ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തോ കാണിക്കുന്ന ഇത്രയും സമയം വെളിയിൽ നിന്ന് ബസ് വരുന്നതിന് 5 മിനിറ്റ് മുമ്പേ നോക്കിയപ്പോൾ ഓട്ടം. എന്ത് ബസ് പോയല്ലേ? അവിടെ നില്ല്, നടു റോഡിൽ നില്ല്. ബസ് കയറാൻ നിൽക്കണമെന്ന് എനിക്കും അറിയാം. ബസ് കയറാൻ നിൽക്കുന്നു. ഓ, അവിടെ നില്ല്.